മണ്ണിടിച്ചിലുണ്ടായ കർണാടകയിലെ ഷിരൂരിൽ കൂടുതൽ ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് സംശയം. ഹുഗ്ലിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ലോറിയുമായി എത്തിയ നാമക്കൽ സ്വദേശി ശരവണനും മണ്ണിനടിയിൽ അകപ്പെട്ടതായാണ് സംശയം. അപകട സ്ഥലത്തു നിന്നും ശരവണന് ലോറി കണ്ടെത്തി. എന്നാൽ ശരവണൻ ഇനിയും കണ്ടെത്തിയിട്ടില്ലെന്ന് സുഹൃത്ത് ഗണപതി പറയുന്നു. அவர் நாமக்கல் டிரைவர், நம்ம வண்டி டிரைவர், நம்ம ஃப்ரெண்ட்ஸோட வண்டி டிரைவர். அவர் 3 நாளாக தொலைகிட்டு இருக்கு. அவர் வண்டி கிட்டி ஆள் கிட்டல, ഒന്നും കിട്ടിയില്ല. കിട്ടിയില്ല ഇതുവരെ. എങ്കിൽ ഊര് നാമക്കൽ, തമിഴ്നാട്. എപ്പോൾ വന്ന്? நாங்கள் வந்து 3 நாள் ஆகுது. ലോറി വന്നു. லாரி അവിടെ ഇത് നടக்கிற അன்னைக்கு ഇരുന്ന് ഇവിടെ நினைச்சு ഇപ്പോൾ വണ്ടി അங்கே നിൽക്കുക, അങ്കോള ടൗണിൽ നിൽക്കുന്നത്. ലോറി കിട്ടിയ റിലീസ്? லாரி റിലീസ് ആச்சு. ഈ ലോറി എന്തിനു വന്നാ? இது ஹுப்ளியிலிருந்து வந்தது. வேறு காலி வண்டி, மங்களூர் போகிற வண்டி. இங்கே வந்து அவர் ചായ കുടിക്കാൻ നിർത്തി இந்த மாதிரி സംഭവം വെച്ചു. ആ സമയത്ത് വിളിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടോ? அவர் விളിக்கல, டிரைவர் விളിக்கல, സ്വിച്ച് ഓഫ് ആയി. അല്ല, ഈ അപകടത്തിൽ காலையில் 7 மணிக்கு அவர் வீட்டில் சமைச்சாருக்கு, വൈഫുകിட்ட പേശിയിருக்கு. அதுக்கப்புறம் കണ്ടിട്ടില്ല. അവരുടെ പേരെന്താ? ശരവണൻ. മണ്ണിടിച്ചിലുണ്ടായ 5ാം ദിവസമാണ്. അതൊരു ലോറി ബേസാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ലോറിക്കാർ പോകുന്നതും ചായ കുടിക്കുന്നതും വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. എത്ര ലോറി ഉണ്ടെന്നറിയില്ല, ആ ലോറിയിൽ എത്ര പേരുണ്ടെന്നറിയില്ല. നമുക്കിപ്പോൾ അർജുനെക്കുറിച്ച് സൂചന കിട്ടുന്നത് അർജുനുമായി വണ്ടിയുടെ GPS ഒക്കെ കിട്ടുന്നതുകൊണ്ടാണല്ലോ. ഒരു വിവരമില്ല എന്നുള്ളത് വലിയ ആശങ്കാജനകമായ വസ്തുതയാണ് അരുൺ. ഹാഷ്മി, അതുതന്നെയാണ് സങ്കടകരമായ വിവരങ്ങൾ കൂടുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു തമിഴ്നാട് സ്വദേശിയെ തേടി അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളുമൊക്കെ ഇവിടേക്ക് എത്തി. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ശരവണനാണ് നമ്മളോട് ഈ വിവരങ്ങളൊക്കെ തന്നെ പങ്കുവച്ചത്. ഈ അപകടം നടന്ന ദിവസം രാവിലെ 7 മണിക്കാണ് ഗണപതി വീട്ടിലേക്ക് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഭാര്യയോട് സംസാരിച്ചു. താൻ ചായ കുടിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്ത്, അതായത് ഷിരൂരിലെ ഈ ഭക്ഷണശാലയിൽ നിർത്തിയെന്ന് ഭാര്യയോട് പറഞ്ഞതാണ്. അതിനുശേഷം യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. ഈ അപകടം നടന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഈ ലോറി ഉടമയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഇവിടേക്ക് എത്തി. ആ ബന്ധുക്കൾ എത്തിയതിന് ശേഷമാണ് ഈ ലോറി കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ലോറിയെ ഈ അപകടം നടന്ന എനിക്ക് പുറകിൽ കാണുന്ന ആ സ്ഥലത്ത് നിന്ന് അങ്കോള ടൗണിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ശരവണനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ശരവണൻ്റെ യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. ഈ നദിയിലുമൊക്കെ തന്നെ തെരച്ചിൽ നടത്തി. പക്ഷേ ഇതുവരെയും ശരവണൻ എവിടെയാണെന്നോ ശരവണനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളോ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല എന്നാണ് സുഹൃത്ത് ഗണപതി അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത്. അദ്ദേഹം ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തെയും അതുപോലെ തന്നെ പോലീസിനെയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട സമീപിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഈ ശരവണൻ ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മനുഷ്യജീവനുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഈ രക്ഷാപ്രവർത്തകരുമുള്ളത്. അർജുൻ മാത്രമല്ല, അർജുൻ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് നമുക്ക് അത്രത്തോളം വിശ്വാസമാവാൻ കാരണം അവിടെ GPS സിഗ്നൽ ലഭിച്ചിരുന്നു, ഈ ലോറിയുടെ സിഗ്നൽ ലഭിച്ചിരുന്നു. മാത്രമല്ല ലോറി ഇടയ്ക്ക് സ്റ്റാർട്ടായിരുന്നു, മൊബൈൽ റിംഗ് ചെയ്തിരുന്നു. ആ സാധ്യതകളൊക്കെ തന്നെ പരിഗണിച്ചാണ് ഈ അർജുൻ ഇവിടെ ഉണ്ട്, അർജുൻ ജീവനോടെയുണ്ട്, ഈ മണ്ണിനടിയിലുണ്ട്, ഈ ലോറിക്കുള്ളിലുണ്ട് എന്നൊരു പ്രതീക്ഷ നമ്മളിപ്പോഴും വെച്ചു പുലർത്തുന്നത്. പക്ഷേ മറ്റൊരു കാര്യം, എത്ര ആളുകൾ ഈ പ്രദേശത്ത് ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ഹാഷ്മി. കാരണം ഇവിടെ ഭക്ഷണശാലയാണ്, നിരവധി ധാബകളുള്ള സ്ഥലമാണ്, ലോറി ബേസാണ്. നിരവധി ലോറികൾ, ചരക്ക് വാഹനങ്ങൾ ഇവിടെ നിർത്തി ചായ കുടിക്കുകയും അവർ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത്. മംഗലാപുരം കർണാൽ പാതയാണ്. ആ പാതയിൽ ചരക്ക് വാഹനങ്ങൾ നിരവധിയായി സഞ്ചരിച്ചിരുന്നു. ഈ ശരവണൻ ഈ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്ന നാമക്കൽ സ്വദേശി ശരവണൻ ഹൂഗ്ലിയിൽ നിന്ന് കാലിവണ്ടിയുമായി, അതായത് ചരക്കിറക്കിയതിന് ശേഷം മംഗലാപുരത്തേക്ക് പോവുകയായിരുന്നു. ആ പോകുന്ന സമയത്താണ് ഇവിടെ എത്തി ചായ കുടിക്കുന്നതിന് വേണ്ടി നിർത്തിയത്. ആ സമയം രാവിലെ 7 മണിയോടുകൂടി ഭാര്യയെ വീട്ടിൽ വിളിച്ചു, സംസാരിച്ചു. പക്ഷേ അതിനുശേഷം യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. ഈ അപകടം നടന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഈ സംഘം, അതായത് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇവിടേക്ക് എത്തിയതിനു ശേഷം ഈ ലോറി കണ്ടെത്താൻ സാധിച്ചു. പക്ഷേ അതിനുശേഷം ശരവണൻ്റെ യാതൊരു വിധത്തിലുള്ള വിവരവുമില്ല. സങ്കടകരമായ ഒരു വിവരമാണിപ്പോൾ അവർ ബന്ധുക്കൾ പങ്കുവച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശരവണനും ഈ മണ്ണിനടിയിൽ പെട്ടിരിക്കാമെന്നൊരു നിഗമനം ഇപ്പോൾ രക്ഷാപ്രവർത്തകരും പങ്കുവെക്കുന്നുണ്ട്. തെരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശുഭപ്രതീക്ഷ, ആ ഡ്രില്ലിംഗ് മെഷീൻ്റെ ശബ്ദം അത് നമുക്ക് ഇവിടെ നിന്നാൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറിലധികമായി ആ ഡ്രില്ലിംഗ് മെഷീൻ്റെ ശബ്ദം ഇപ്പോഴും നമുക്ക് കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ലോറിയോ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതകളോ ആ മണ്ണിനടിയിലുണ്ട് എന്ന ഒരു വിവരം ഈ രക്ഷാപ്രവർത്തക സംഘത്തിന് അല്ലെങ്കിൽ റഡാർ പരിശോധനയ്ക്കെത്തിയ വിദഗ്ധ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അർജുൻ മാത്രമല്ല ഹാഷ്മി, കൂടുതൽ ആളുകൾ, കൂടുതൽ മനുഷ്യജീവനുകൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരെ കൂടി എല്ലാവരെയും രക്ഷപ്പെടുത്തണം. അതിനുള്ള ശ്രമം, അതിനുള്ള പരിശ്രമമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഹാഷ്മി. വല്ലാത്ത അവസ്ഥയാണ്. അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. എത്ര പേർ അതിനുള്ളിൽ ആ മൺകൂനക്കടിയിൽ അല്ലെങ്കിൽ ആ മലകൾക്കടിയിൽ ഉണ്ടെന്നറിയില്ല, എത്ര വണ്ടി ഉണ്ടെന്നറിയില്ല, കൃത്യമായ ഒരു ഇൻഫർമേഷനും ഇല്ല. അർജുൻ്റെ കാര്യത്തിൽ അർജുൻ്റെ ഫോൺ വിളിച്ച് നോക്കാനൊക്കെ അവർ വീട്ടുകാർക്ക് തോന്നിയതും അതിന് GPS ലൊക്കേഷൻ, ആ വണ്ടിയുടെ സാങ്കേതിക വിദ്യ കിട്ടിയതുമൊക്കെയാണ് സഹായകരമായത്. എന്നാൽ കൃത്യമായ ഒരു ലൊക്കേഷൻ, ഏതാണ്ട് കൃത്യമായ ലൊക്കേഷൻ കിട്ടിയിട്ടും അതിനടുത്തേക്ക് പോലും എത്താൻ കഴിയുന്നില്ല. വല്ലാത്ത ഒരു ഭീകരാവസ്ഥ എന്ന് ഉറപ്പായും പറയണം. ഷഫീർ മണ്ണാർക്കാട് പറയുകയാണ് എമർജൻസി ഡിസാസ്റ്റർ എന്തൊരു തോൽവിയാണെന്ന് പറയുന്നു. മഴയാണ്, ഇരുട്ടാണ്, മണ്ണിടിച്ചിലാണെന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുന്നു. എമർജൻസി മാനേജ്മെൻറ്റിൽ അസാധ്യം, സ്ഥിതിഗതികൾ അനുകൂലമായിട്ട് എന്നീ ഓപ്ഷൻസ് ഇല്ല എന്ന് പറയുകയാണ്. എന്ന് പറയുമ്പോൾ പോലും അവിടെ എന്താണ് നമ്മൾ കാണാത്ത സമാനതകളില്ലാത്ത ഒരു വലിയ മണ്ണിടിച്ചിൽ അവിടെയുണ്ട്. സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം അപ്പോഴും ബന്ധുക്കൾ ഉന്നയിക്കുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഷഫീറിൻ്റെ വാക്കുകൾ.